वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECTKP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMECTKP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി. ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത്. പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല. മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. പിന്നെ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ്. ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജൂലൈ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. ജൂലൈ മാസം 1-ാം തീയതി ഇടവരാശിയിൽ ശുക്രനും, മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും, കർക്കിടക രാശിയിൽ ബുധനും, ചിങ്ങത്തിൽ കുജൻ, ചന്ദ്രൻ, കേതു എന്നീ ഗ്രഹങ്ങളും, കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള 2.25 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. തുലാൻ രാശിയിലുള്ള ചിത്തിര 3-4 പാദം, ചോതി, വിശാഖത്തിൻ്റെ 1-2-3 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും, തുലാൻ ലഗ്നത്തിൽ ജനിച്ചവർക്കും, പിന്നെ കുജൻ്റെ ദശ, രാഹുവിൻ്റെ ദശ, വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ അഷ്ടമഭാവസ്ഥിതി അധികമായ ആഡംബര ചെലവുകളൊക്കെ ചെയ്തതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും. സ്ത്രീകൾ നിമിത്തം പ്രശ്നങ്ങളും അപമാനങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗമാണ് കാണുന്നത്. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കൂടുതലാകാനും അതുമൂലം പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും. ചിലർക്കൊക്കെ ഹോർമോൺ പ്രശ്നങ്ങളും തൈറോയ്ഡ് പ്രശ്നമൊക്കെ ഉണ്ടാകും. ഈ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനവരവൊക്കെയാണ് ഇവർക്കുണ്ടാവുക. എല്ലാവരും അറിയപ്പെടുന്നവരും ദാനധർമ്മ ചിന്തകളും ഒക്കെ അധികരിക്കും. ആത്മീയ പണികളിലൊക്കെ ചെയ്യാൻ താല്പര്യം കൂടും. സർക്കാർ നിമിത്തമുള്ള ഉയർന്ന പദവികൾ കിട്ടാനുള്ള ഒരു യോഗമൊക്കെയാണ് കാണുന്നത്. പൂർവികത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളവർക്ക് നിയമസഹായമൊക്കെ തേടേണ്ടതായിട്ട് വരും. ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ഈ രാശി ലഗ്നക്കാർക്ക് തൊഴിലിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകും. ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും സാധിക്കണമെന്ന ചിന്തയാണ് കൂടുതലായിട്ടുണ്ടാവുക. വില കൂടിയ വസ്ത്രാഭരണങ്ങളൊക്കെ അണിയും. ദീർഘദൂര യാത്രയ്ക്കുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. ആത്മീയപരമായ ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാനും ആത്മീയ പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ കഴിയും. ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിച്ച വിഷയത്തിന് ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ കിട്ടും. വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ്. ഏത് ജോലി ചെയ്താലും ശരീരം പെട്ടെന്ന് തന്നെ ക്ഷീണിക്കും. താഴേക്കിടയിലുള്ളവരെയൊക്കെ വളരെയധികം സ്നേഹിക്കും. ആവശ്യമില്ലാതെ മനോവിഷമവും ടെൻഷനും ഒക്കെ അനുഭവിക്കേണ്ട ഒരു മാസം തന്നെയാണ്. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. കലാനയത്തോടു കൂടിയൊക്കെ ചിന്തിക്കുന്നവരാണ്. ഈ മാസം കലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കഴിവ് തെളിയിക്കാൻ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ അനുഭവപ്പെടും. വാക്കുകൾക്ക് അല്പം മൂർച്ച കൂടും. എത്ര സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നവരാണെങ്കിലും ശരി, ചില നേരത്ത് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്യും.
സഹോദര സ്നേഹമൊക്കെ ഉണ്ടാകും. സഹോദരങ്ങൾക്ക് ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുകയും അതേപോലെ സഹോദരങ്ങൾ നിമിത്തം ധനലാഭത്തിനുള്ള യോഗവുമൊക്കെയാണ് കാണുന്നത്. ക്രിയേറ്റിവിറ്റിയൊക്കെ അധികരിക്കും. പിന്നെ വായനാശീലം വർദ്ധിക്കും. കാര്യങ്ങളുടെ ശരിയായ അവസ്ഥ മനസ്സിലാക്കി നയപരമായി കൈകാര്യം ചെയ്യും. അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക. ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനും വീട് വാങ്ങിക്കാനും ഒക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ്. സുഖസൗകര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക. സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും. സന്താനങ്ങൾ നിമിത്തം ധനവരവിനുള്ള ഒരു യോഗവും കൂടി കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിന്നെ കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ അനുകൂല അവസ്ഥയാണ് കാണുന്നത്. ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല. സമൂഹ ബന്ധമൊക്കെ വർദ്ധിക്കും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ്. പിന്നെ ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും. പിന്നെ പിതാവ് നിമിത്തം ചില ലാഭനേട്ടങ്ങളും ഉണ്ടാകാനുള്ള യോഗവുമുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ സ്വഭാവമൊക്കെ കാണിക്കും. പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകും. പൂർവികർ ആരാധിച്ചു വന്ന കർമ്മങ്ങളൊക്കെ അതേപടി തന്നെ തുടർന്ന് നടത്തും. കർമ്മരംഗത്ത് ഭാഗ്യം തുണയായിട്ടുള്ള ഒരു മാസം തന്നെയാണ്. കർമ്മപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മ ബുദ്ധി ഉപയോഗിച്ച് കർമ്മമേഖലയൊക്കെ പുഷ്ടിപ്പെടുത്തിയെടുക്കും. അതുകൊണ്ട് തന്നെ 1-2 തൊഴിൽ ചെയ്യാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട്. മൂത്ത സഹോദരങ്ങളൊക്കെ നല്ലവണ്ണം സഹായിക്കും. ഉറ്റമിത്രങ്ങൾ എല്ലാ കാര്യത്തിനും കൂടെ തന്നെ ഉണ്ടാകും. മൂത്ത സഹോദരങ്ങൾക്ക് വയറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഇവർക്ക് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.